അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اتقوا الله حيثما كنتم أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ആദരണീയരായ മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, സർവശക്തനായ അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണമെന്ന് ഞാൻ എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്. മുഅ്മിനായി, മുസ്ലിമായി, മുവഹ്ഹിദായി, മുഖ്ലിസായി ജീവിച്ച് മരിക്കാൻ സർവശക്തനായ അല്ലാഹു നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകുമാറാകട്ടെ. നമ്മുടെ നേതാവായ തങ്ങളായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ പ്രവാചകനെ ഏറെ ഓർക്കുന്നൊരു സമയമാണ്. എല്ലാ സമയത്തും ഓർക്കേണ്ടവരാണ് മുസ്ലിങ്ങൾ. എല്ലാ സമയത്തും ഓർത്തുകൊണ്ടേയിരിക്കുന്നു മുസ്ലിങ്ങൾ. വറഫഅനാ ലക ദിക്റക്, താങ്കളുടെ നാമം നാം ഉയർത്തിയിരിക്കുന്നു എന്ന് അല്ലാഹുവിൻ്റെ വചനം. ഇപ്പൊ ഇവിടെ ബാങ്ക് വിളിച്ചു. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് പരിസരം പ്രദേശം മുഴുവനും ഉറക്കെ കേട്ടു. ഇനി ഓരോ മിനിറ്റിലും ബാങ്ക് വിളി ലോകത്തിൻ്റെ നാനാഭാഗത്ത് നടന്നുകൊണ്ടേയിരിക്കുകയാണ്. അതിനെക്കുറിച്ച് പഠിച്ചവർ പറയുന്നത്, ലോകത്തെവിടെയെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് കേൾക്കാത്ത ഒരു മിനിറ്റും മുന്നോട്ട് പോകുന്നില്ല, ഒരു സെക്കൻഡും മുന്നോട്ട് പോകുന്നില്ല എന്നാ. ആ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കത്തോ മദീനത്തോ 1400 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചതുപോലെ, സഹാബത്തിനിടയിൽ ജീവിച്ച് മുന്നോട്ട് പോയതുപോലെ ഇന്ന് മക്കത്തോ മദീനത്തോ അല്ല, ലോകത്തിൻ്റെ എവിടെയെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ, സാമ്പത്തിക ശേഷി കുറഞ്ഞവരും കൂടിയവരും പ്രയാസമുള്ളവരുമൊക്കെ നമ്മുടെ കൂട്ടത്തിലുണ്ടെങ്കിലും എല്ലാവരും എല്ലാ കഷ്ടതകളും പ്രയാസങ്ങളും മറന്ന് ആ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒന്ന് നേരിട്ട് കാണാൻ, ഒന്ന് കൈ കൊടുക്കാൻ, ഒന്ന് ചാരത്തിരിക്കാൻ, ഒന്ന് ചേർന്നിരിക്കാൻ, ഒന്ന് ചേർത്ത് പിടിക്കാൻ അവസരം കിട്ടാൻ കൊതിക്കുമായിരുന്നു, പോകുമായിരുന്നു. ഉംറയുടെ ഭാഗമല്ല മദീനത്ത് ചെല്ലുക എന്നത്. എന്നാലും സൗദിയുടെ മക്കയുടെ മണ്ണിലെത്തിയാൽ മദീനത്തിലേക്കുള്ള ആ പള്ളിയുടെ പുണ്യം ആഗ്രഹിച്ചുകൊണ്ടുള്ള യാത്ര, പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ നിൽക്കുന്ന ആയിഷ ബീബി ഉമ്മയുടെ വീടിന് അരികെയൂടെയുള്ള നടത്തം, അവിടെ എത്തുമ്പോൾ ഒന്ന് സലാം പറയാനുള്ള കൊതി, അതേതൊരു മുസ്ലിമിനാണ് ഇല്ലാത്തത്? ഏതൊരു മുഅ്മിനിനാണ് ആഗ്രഹമില്ലാത്തത്? അല്ലാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിരിക്കുന്ന സമയത്ത് മണലിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ അവിടുത്തെ ആ കാലുപതിഞ്ഞ അടയാളമുണ്ടല്ലോ, ആ അടയാളത്തിൽ ഒന്ന് ചവിട്ടാൻ സഹാബത്ത് ശ്രദ്ധിച്ചിരുന്നു.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇരുന്ന കല്ലിൽ ഇരിക്കാൻ അവർ പ്രവാചകൻ എഴുന്നേൽക്കുന്നത് വരെ കാത്തിരിക്കുമായിരുന്നു. അള്ളാഹുവിന്റെ പ്രവാചകൻ കുടിച്ച പാത്രത്തിൽ ഒരു വെള്ളം കുടിക്കാൻ അവർക്ക് ആഗ്രഹമായിരുന്നു. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു മുത്തബിഉസ് സുന്ന എന്ന പേര് കിട്ടാൻ തന്നെ കാരണം, ഒരു യാത്രയിൽ ഒരിക്കൽ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ യാത്ര പോയപ്പോൾ തോൽപാത്രത്തിൽ എന്നോ സൂക്ഷിച്ചു വെച്ച വെള്ളം അത് കുടിക്കാൻ പറ്റാത്തത് കൊണ്ടാവാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ യാത്രമധ്യേ ഒരു സ്ഥലത്ത് ഒരു മരത്തിന്റെ ചുവട്ടിൽ ഒഴിച്ചു. ആ യാത്ര സാധാരണഗതിയിൽ മുന്നോട്ട് പോയി. പിന്നീട് ഒരിക്കൽ ഒരു യാത്രാ സംഘം അതിലൂടെ കടന്നു പോകുമ്പോൾ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു യാത്രാ സംഘത്തോട്, ഒന്ന് വെയിറ്റ് ചെയ്യണം, ഒന്ന് നിൽക്കണം, ഞാനൊന്ന് ഇറങ്ങട്ടെ. എന്നിട്ട് അദ്ദേഹത്തിന്റെ തോൽപാത്രത്തിലെ വെള്ളത്തിൽ നിന്ന് അല്പം വെള്ളം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നൊഴിച്ച ആ മരത്തിന്റെ ചുവട്ടിൽ ഒഴിച്ചു എന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നു. സഹാബത്ത് ചോദിച്ചു, എന്താണ്? ഒന്നുമില്ല, എൻ്റെ റസൂലിലൂടെ വെള്ളം ഒഴിക്കുന്നത് ഞാൻ കണ്ടിരുന്നു, അതുകൊണ്ട് ഒഴിച്ചതാ. അങ്ങനെ ചവിട്ടിയ പാട് നോക്കി ചവിട്ടാൻ, ഇരുന്ന സ്ഥലത്തിരിക്കാൻ അവർക്കിഷ്ടായിരുന്നു. മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ താടിയിൽ തൊടാൻ, ഒന്നിങ്ങനെ അവിടുത്തെ രോമങ്ങളൊക്കെ ഒന്നിങ്ങനെ താടിയൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കാൻ. അതുകൊണ്ടാ താടി നരച്ചതിനെ കുറിച്ച്, തലമുടി നരച്ചതിനെ കുറിച്ച്, അവിടുത്തെ കണ്ണുകളെ കുറിച്ചൊക്കെ എങ്ങനെ സഹാബത്ത് ലോകത്തിന് കൈമാറിക്കൊടുത്തത്. എന്തൊരിഷ്ടായിരുന്നു. നമുക്ക് നമ്മുടെ വാപ്പയേക്കാൾ, ഉമ്മയേക്കാൾ, ചേട്ടനേക്കാൾ, അനിയനേക്കാൾ, ഭാര്യയേക്കാൾ, മക്കളേക്കാൾ, സ്വത്തിനേക്കാൾ, ആസ്തിയേക്കാൾ, കെട്ടിടങ്ങളെക്കാൾ, വീടിനേക്കാൾ, സർവ്വതിനേക്കാൾ നമുക്കിഷ്ടം അല്ല കഴിഞ്ഞാൽ നമ്മുടെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു തർക്കമില്ല. സുന്നി, മുജാഹിദ്, തബ്ലീഗ് ഇങ്ങനെയൊക്കെ പേരിട്ട് വിളിക്കുന്നത് അതൊക്കെ നിൽക്കട്ടെ. മുത്തുനബിയോട് ഇഷ്ടമില്ലെങ്കിൽ മുസ്ലിമേ അല്ല. എന്നിട്ടല്ലേ പിന്നെ സംഘടനയുടെയും സംഘത്തിന്റെയും ഒക്കെ പേര്. അള്ളാഹുവിന്റെ പ്രവാചകനെ സ്നേഹിക്കാത്ത ഒരാൾ മുസ്ലിമേ അല്ല. അതാ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കാൻ ഒരു ഡേറ്റ് തന്നിട്ടുണ്ടോ? ഇല്ല. അള്ളാന്റെ റസൂലിനെ സ്നേഹിക്കേണ്ടതാണ് എന്ന് പരിചയപ്പെടുത്തി ഖുർആനിലോ ഹദീസിലോ ഒരു മാസം തന്നിട്ടുണ്ടോ? ഇല്ല. എപ്പോഴും സ്നേഹിക്കണം. ഒരു മുസൽമാന്റെ ഹൃദയത്തിൽ വലിയ സ്ഥാനമാണ് നമ്മുടെ നേതാവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടാകേണ്ടത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, നമ്മളോട് എത്ര ഇഷ്ടമായിരുന്നു നബിക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക്. അബൂ ഹുറൈറ റളിയല്ലാഹു പറയാണ്, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖബർ ഉള്ള സ്ഥലങ്ങളിലെത്തിയാൽ അസ്സലാമു അലൈക്കും, നമുക്കൊക്കെ അറിയുന്ന സാധാരണഗതിയിലുള്ള ഖബറാളികൾക്ക് വേണ്ടിയുള്ള സലാം പറയൽ, അസ്സലാമു അലൈക്കും ദാറ ഖൗമി മുഅ്മിനീൻ വ ഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ. ഈ ഖബറിൽ കിടക്കുന്ന മനുഷ്യർക്ക് സമാധാനം കിട്ടാൻ, ശാന്തി കിട്ടാൻ അള്ളാഹുവിന്റെ അടുക്കലേക്ക് നടത്തുന്ന ഒരു പ്രാർത്ഥനയാണ് സത്യത്തിൽ ഈ സലാം, അല്ലേ? നിങ്ങൾക്ക് സമാധാനമുണ്ടാകട്ടെ, ഞങ്ങളും നിങ്ങളിലേക്ക് വന്ന് ചേരും. അല്ലാഹുവിന്റെ റസൂൽ പറയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്നിട്ട് വദിത്തു അന്നാ ഖദ് റഅയ്നാ ഇഖ്വാനാനാ, ഞാൻ എൻ്റെ സഹോദരങ്ങളോട് ചേരാൻ ആഗ്രഹിക്കുന്നു ഞങ്ങൾ. അപ്പോ ഇത് കേട്ട സഹാബത്ത് ചോദിച്ചു, ഖാലു അബലസ്ന ഇഖ്വാനക് യാ റസൂലല്ലാഹ്, നിങ്ങളുടെ സഹോദരങ്ങൾ ഞങ്ങളല്ലേ നബിയെ, ഞങ്ങളോട് ചേരാനാണോ നിങ്ങൾ ഈ ഉദ്ദേശിക്കുന്നത്? എന്താണ് ഉദ്ദേശിച്ചെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഖാല അൻതും സ്വഹാബി, നിങ്ങൾ എൻ്റെ അനുചരന്മാരാണ്, സ്വഹാബാക്കളാണ്, നിങ്ങൾ എൻ്റെ കൂടെയുള്ള അനുചരന്മാരാണ്. ഇനി വരാൻ പോകുന്ന ആളുകളാണ് എൻ്റെ സഹോദരങ്ങൾ. നമ്മളൊക്കെ പെട്ടു. മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മനസ്സിലാക്കി അള്ളാഹുവിന്റെ പ്രവാചകന്റെ സുന്നത്തിന് അനുധാപനം ചെയ്ത് അവിടുന്ന് പറഞ്ഞതുപോലെ കറക്റ്റ് നമസ്കാരം നിർവഹിച്ച് സുന്നത്തുകളോട് ഇഷ്ടം കാണിച്ച് മഹബ്ബത്ത് വച്ച് പരലോകത്തെ ഓർത്ത് സ്വർഗത്തെ ആഗ്രഹിച്ച് നരകമോചനം പ്രതീക്ഷിച്ച്, പ്രിയപ്പെട്ടവരെ, ആ സ്വർഗപ്രാപ്തി കൊതിച്ചുകൊണ്ട് നരകമോക്ഷം ആഗ്രഹിച്ചുകൊണ്ട് ഞാനും നിങ്ങളും മുത്തു നബിയുടെ
ഓരോ സ്റ്റെപ്പുകളും മുന്നോട്ട് അതിനനുധാവനം ചെയ്തു പോകുമ്പോ അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കാണിക്കുന്ന ഇഷ്ടമാണ്, മഹബ്ബത്താണ്. അള്ളാഹു അത് നമുക്ക് നിലനിർത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പക്ഷെ നമ്മളൊക്കെ എത്രത്തോളം അള്ളാഹുവിന്റെ പ്രവാചകനെ സ്നേഹിക്കുന്നുണ്ട്? അള്ളാഹുവിന്റെ പ്രവാചകൻ ജീവിച്ചിരിക്കുന്ന സമയത്തും അനുചരന്മാരെ, വരാൻ പോകുന്ന മുഅ്മിനീങ്ങളെ ഒക്കെ ഇഷ്ടത്തോടു കൂടിയാണ് സംസാരിച്ചത്, അല്ലേ? ആണ്, ഒരു തർക്കമില്ല. പരലോകത്തെത്തുമ്പോഴും അള്ളാഹുവിന്റെ പ്രവാചകന്റെ നാവിലൂടെ കേൾക്കുന്നത് യാ റബ്ബി, എന്റെ റബ്ബേ, ഉമ്മത്തി ഉമ്മത്തി ഉമ്മത്തി, എന്റെ ഉമ്മത്ത്, എന്റെ ഉമ്മത്ത്. പരലോകത്തിങ്ങനെ ജനകോടികൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു മനുഷ്യനും വിട്ടുപോകാതെ നമ്മുടെ വല്ലിപ്പയായ ആദ്യത്തെ മനുഷ്യനായ ആദ്യ പിതാവായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം എന്ന് പറയുന്ന നമ്മുടെ ഉപ്പ മുതൽ ലോകമെന്ന് അവസാനിക്കുന്നു അന്ന് ജനിച്ചു വീണ കുഞ്ഞു വരെ ഒരുമിച്ച് നിൽക്കുന്ന കോടതിയിൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു യാ റബ്ബി, എന്റെ റബ്ബേ, ഉമ്മത്തി ഉമ്മത്തി, എന്റെ ഉമ്മത്ത്. എന്തൊരു സ്നേഹാണ് ഹബീബുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക്. പോരാ, ലികുല്ലി നബിയിൻ ദഅവത്തുൻ മുസ്തജാബ, എല്ലാ പ്രവാചകന്മാർക്കും അല്ലാഹ് നിങ്ങൾ ചോദിച്ച ഉത്തരം തരാമെന്ന് പറഞ്ഞൊരു ചാൻസ് കൊടുത്തിരുന്നു. ഓരോ നബിമാർക്കും കൊടുത്തു അല്ലാഹ്. മൂസാ നബിക്കും എല്ലാ നബിമാർക്കും അലൈഹിസ്സലാത്തു എല്ലാ നബിമാർക്കും കൊടുത്തു. നിങ്ങൾ ചോദിച്ചോ, പടച്ചോനൊരു ചാൻസ് കൊടുക്കുകയാണ് അവർക്ക്, ചോദിച്ചോ തരാം. പക്ഷേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് നമ്മൾ എന്താ ഹദീസിൽ പഠിച്ചത്? ഫതഅജ്ജല കുല്ലു നബിയിൻ ദഅവതഹു, അവർക്ക് കിട്ടിയ ആ ചാൻസ്, പ്രാർത്ഥിക്കാനുള്ള അവസരം, അല്ലാഹു തആല ഉത്തരം കൊടുക്കുമെന്ന് ഉറപ്പിച്ച് പറഞ്ഞ ചാൻസ് എല്ലാ പ്രവാചകന്മാരും പെട്ടെന്ന് തീർത്ത് കളഞ്ഞു. ചോദിച്ചു അവർ. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയണേ വ ഇന്നി ഇഖ്തബഅതു ദഅവതി, ഞാൻ എൻ്റെ ചാൻസ് നീട്ടിവെച്ചു. എന്തിന്? ശഫാഅത്തൻ ലി ഉമ്മത്തി യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ എൻ്റെ ഉമ്മത്തിന് വേണ്ടി, ശഫാഅത്തിന് വേണ്ടി ഞാൻ അത് നീട്ടിവെച്ചിരിക്കുകയാണ്. എല്ലാ നബിമാർക്കും കിട്ടിയ ചാൻസ് അവർ ഉപയോഗിച്ചു കഴിഞ്ഞു, ഞാൻ എൻ്റെ ഉമ്മത്തിന് വേണ്ടി നീട്ടിവെച്ചിരിക്കുകയാണ് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ആളുകൾ ഇങ്ങനെ കൂട്ടമായി ഓരോ നബിമാരുടെ അടുത്തേക്ക് ചെന്നിട്ട് പറയും, തലക്കുമീതെങ്ങനെ ജ്വലിച്ചു നിൽക്കുന്ന സൂര്യൻ. ചില ആളുകൾ നെരിയാണി വരെ വിയർപ്പിൽ, മുട്ടുകാല് വരെ വിയർപ്പിൽ, തന്റെ ഊര വരെ വിയർപ്പിൽ, നെഞ്ചിടം വരെ വിയർപ്പിൽ, താടി ഇങ്ങനെ വിയർപ്പിൽ മുട്ടി ബാലൻസ് തെറ്റിയ പോലെ ആളുകൾ ഇങ്ങനെ വിയർപ്പിൽ മുങ്ങിക്കുളിച്ചു നിൽക്കുന്ന ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബിന്റെ നീതിപൂർവമായ കാരക്കക്കുരുവിന്റെ മുകളിൽ കാണുന്ന പാടയുടെ അളവ് പോലും അനീതി കാണിക്കുകയില്ല എന്ന് പറഞ്ഞ പടച്ചവന്റെ നീതിപൂർവമായ കോടതിയിൽ ജനങ്ങൾ ഇങ്ങനെ ഒരുമിച്ച് നിൽക്കുമ്പോ, വിയർപ്പിൽ മുങ്ങിക്കുളിച്ച് നിൽക്കുമ്പോ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓരോ നബിമാരും ഓരോന്ന് പറഞ്ഞു ഒഴിഞ്ഞു മാറുമ്പോ അള്ളാഹുവിന്റെ മുമ്പിലേക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദിൽ വീഴും. അള്ളാഹു പറയും യാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, ഓ മുഹമ്മദ് നബിയേ, ഇർഫഅ റഅസക്, തല ഉയർത്ത്, ചോദിക്ക്. എന്താ ചോദിക്കാനുള്ളത്? ശഫാഅത്തൻ ലി ഉമ്മത്തി, ഈ ഉമ്മത്തിന് വേണ്ടിയുള്ള ആദ്യത്തെ ശഫാഅത്ത് ആരംഭിക്കുക, ജനകോടികൾക്ക് വേണ്ടിയുള്ള വിചാരണ തുടങ്ങാനുള്ള ശഫാഅത്ത്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊക്കെ ഹദീസിൽ ഇങ്ങനെ കാണാം നമുക്ക്. എന്തൊരു ഇഷ്ടമാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ തൻ്റെ അനുയായികളോട് കാണിച്ചത്. അതുകൊണ്ട് തന്നെ അള്ളാഹു മനുഷ്യ ലോകത്തൊരു ഡിമാൻഡ് വെച്ചു, ഒരു കണ്ടീഷൻ വെച്ചു. അല്ലാഹ് മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കാത്തവൻ ഇസ്ലാമിൽപ്പെട്ടവനെ അല്ല. അള്ളാഹുവിൻ്റെ കൂടെ അള്ളാഹ് ചേർത്തി പറഞ്ഞു, അള്ളാഹുവിൻ്റെ കൂടെ ചേർത്തി പറഞ്ഞു. ഹദീസുകളിൽ കാണാം, ആയത്തിൽ കാണാം, ആ അർത്ഥത്തിൽ. ഒരിക്കൽ ഇങ്ങനെ അനസ് റളിയല്ലാഹു പറയാ, ഖാല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞു, ലാ യുഅ്മിനു അഹദുക്കും, നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാളും മുഅ്മിനാവുകയില്ല, ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ, നിങ്ങളുടെ മക്കളെക്കാൾ, നിങ്ങളുടെ വാപ്പയേക്കാൾ, നിങ്ങളുടെ മാതാപിതാക്കളെക്കാൾ വേണ്ട ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെക്കാൾ നിങ്ങൾ എന്നെ എപ്പോഴാണോ ഇഷ്ടപ്പെടുന്നത്,
അതുവരെ നിങ്ങൾക്ക് മുഅ്മിനാവാൻ കഴിയുകയില്ല എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു ഒരിക്കൽ പറഞ്ഞു, എനിക്ക് എൻ്റെ ശരീരം കഴിഞ്ഞാൽ പിന്നെ നിങ്ങളാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്ന്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞു, ഉമറേ തെറ്റുപറ്റിപ്പോയി, തിരുത്തി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഇല്ല നബിയെ, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചതല്ല, നിങ്ങൾ കഴിഞ്ഞിട്ട് എൻ്റെ ശരീരമുള്ളൂ. ശരീരം പോലും നമുക്ക്, നമ്മുടെ ബോഡി പോലും, നമ്മുടെ ശരീരം പോലും അള്ളാഹുവിൻ്റെ പ്രവാചകൻ കഴിഞ്ഞിട്ട് ഒരു സഹാബിയെ കൊണ്ടുപോയി അള്ളാഹുവിൻ്റെ ദീന് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന റബ്ബിന്റെ വഹ്ദാനിയത്തിന്റെ ശബ്ദം ഉറക്കെ പറഞ്ഞതിന്റെ പേരിൽ ഒരു സഹാബിയെ കൊണ്ടുപോയി ശത്രുക്കൾ. എന്നിട്ട് കാലിൽ കയറിട്ടു, നേരെ മരത്തിന്റെ കൊമ്പിലേക്ക് വള്ളിയും കയറും വലിച്ചു കെട്ടി അവർ തൂക്കിയിട്ടു. ചാട്ടവാറുകൾ കൊണ്ട് ആ സഹാബി അവർ ഇങ്ങനെ ആടിക്കളിക്കുന്ന തല കീഴ്പോട്ടായി കാലുകൾ മുകളിലേക്കാക്കി കെട്ടിത്തൂക്കിയ സഹാബിയുടെ പുറത്തേക്ക്, കാലിലേക്ക് കിട്ടുന്ന സ്ഥലത്തേക്ക് ചാട്ടവാറുകൾ വെച്ചിങ്ങനെ അടിച്ചപ്പോ വാവിട്ട് കരഞ്ഞ സഹാബിയോട് ശത്രുക്കൾ പറഞ്ഞൊരു ഡിമാൻഡ് ഉണ്ട്, ഒരു വാക്ക് പറഞ്ഞാൽ കെട്ടഴിച്ച് നിന്നെ രക്ഷപ്പെടുത്താം, വിടാം. ഉള്ള ആലോചിക്കാൻ രംഗം. തലങ്ങനെ കീഴ്പോട്ടാക്കി കെട്ടി തൂക്കിയാൽ തന്നെ മതി, അടിക്കണ്ട. കുറെ സമയം തൂങ്ങിക്കടന്ന എന്തായിരിക്കും അവസ്ഥ? എന്നിട്ട് ചാട്ടവാറുകൾ കൊണ്ടിങ്ങനെ അടിക്കുമ്പോ കണ്ണിൽ നിന്നിങ്ങനെ കണ്ണുനീര് തുരുതുരാ ഒഴുകുമ്പോ സഹാബി വേദന കൊണ്ടിങ്ങനെ പുളയുമ്പോ വാവിട്ട് കരയുമ്പോ ശത്രുക്കൾ വെച്ച ഡിമാൻഡ് എന്താ അറിയോ? നിന്നെ കഴിച്ചു വിടാം, നിന്നെ ഒഴിവാക്കി തരാം, പക്ഷേ എന്റെ സ്ഥാനത്ത് എന്റെ റസൂൽ ആയിരുന്നെങ്കിൽ എന്നൊരു വാക്ക് പറയണം. അത് പറഞ്ഞാൽ മതി. ഇവിടെ റസൂൽ വരണ്ട, സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ടുവരണ്ട, ഞങ്ങളാരും പിടിക്കാൻ പോണില്ല, പക്ഷേ ഒരൊറ്റ വാക്ക് പറയണം, എന്റെ സ്ഥാനത്ത് എന്റെ നബി ആയിരുന്നെങ്കിൽ, എന്റെ സ്ഥാനത്ത് എന്റെ നബി ആയിരുന്നെങ്കിൽ എന്നൊരു വാക്ക് പറഞ്ഞാൽ നിന്നെ വെറുതെ വിടാമെന്ന് ശത്രുക്കൾ പറഞ്ഞപ്പോ കെട്ടിത്തൂങ്ങിക്കിടക്കുന്ന സഹാബി, അടികൊണ്ട് ശരീരം ക്ഷീണിച്ച സഹാബി പറഞ്ഞു, എന്താ പറഞ്ഞെന്നറിയോ? എന്റെ സ്ഥാനത്ത് എന്റെ നബി ആയിരുന്നെങ്കിൽ എന്നതിന് പകരം എന്റെ നബിയുടെ ശരീരത്തിൽ ആയിരക്കണക്കിന് രോമങ്ങളിൽ ഒരു രോമമായിരുന്നെങ്കിൽ എന്ന് പറയാനാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ സാധിക്കുകയില്ല, പറയില്ലടോ, നിങ്ങൾക്ക് കൊന്നു തീർക്കാമെന്ന്. അല്ലേ? അതാ സഹാബത്തിന്റെ ജീവിതം. അവർ അള്ളാഹുവിന്റെ പ്രവാചകനെ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കാത്തവരാന്ന് ആരെങ്കിലും പറയുമോ? പറയില്ല. ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഈ സ്വഹാബികൾ അള്ളാഹിന്റെ റസൂലിന്റെ ബർത്ത്ഡേ ആഘോഷിക്കാത്തത് കൊണ്ട്, ജന്മദിനം ആഘോഷിക്കാത്തത് കൊണ്ട്, ആ ദിവസത്തിനൊരു പ്രത്യേകത വെക്കാത്തത് കൊണ്ട്, ആ മാസത്തിനൊരു പ്രത്യേകത വെക്കാത്തത് കൊണ്ട് ഈ മഹാരഥന്മാരായ റളിയല്ലാഹു അൻഹും വറളു അൻഹു, അള്ളാഹു അവരെയും അവർ അള്ളാഹുവിനെയും തൃപ്തിപ്പെട്ടു എന്ന് ഖുർആൻ പരിചയപ്പെടുത്തിയ ഈ മഹാരഥന്മാരായ ഈ സ്വഹാബികൾ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കാത്തവരാണെന്ന് പറയാൻ കഴിയോ സുഹൃത്തുക്കളെ? കഴിയോ? ത്വൽഹ റളിയല്ലാഹു അൻഹു ഉഹദിന്റെ രണാങ്കണത്തിൽ അതേ മലയുടെ മുകളിൽ ആളുകളെ നിർത്തിയ ചരിത്രം നമുക്കറിയാം. അതൊന്നും ഞാൻ വിശദീകരിക്കുന്നില്ല. അവർ ഇറങ്ങി വന്നു സമ്മതമില്ലാതെ. ശരി, യുദ്ധത്തിന്റെ ഗതിവിഗതികൾ മാറി, അല്ലേ? മുസ്ലിങ്ങൾക്ക് പരിക്കേൽക്കാൻ തുടങ്ങി. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പല്ല് പൊട്ടി, ശരീരത്തിന് മുറിവേറ്റു. ത്വൽഹ റളിയല്ലാഹു അൻഹു മുത്തുനബിയെ വാരിയെടുത്തു, ശരീരത്തിന്റെ പിറകിലേക്ക് ചെരുവിലേക്ക് നിർത്തി, കടന്നു വരുന്ന അമ്പുകളെ കൈകൊണ്ട് തടുത്തു, ശരീരം കൊണ്ട് തടുത്തു. ഇടക്കിടക്ക് പാടി നോക്കി നബിയോട് ചോദിക്കും, നബിയെ എന്തെങ്കിലും പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? ഞാൻ തടുക്കുന്നുണ്ട്. തടുത്തു നിർത്തി. 80 മുറികളും 80 അമ്പിന്റെ പാടുകളും തൽഹയുടെ ശരീരത്തിൽ, 80-ലധികം മുറികൾ. പ്രിയപ്പെട്ടവരെ, മുത്തുനബിയുടെ നേരെ വരുന്ന തൊടുത്തുവിടുന്ന അമ്പുകളും കൊച്ചു കൊച്ചു ആ കുന്തങ്ങളുമെല്ലാം തടുത്തതിന്റെ പേരിൽ 80-ലധികം മുറികളുമായി ത്വൽഹ റളിയല്ലാഹു അൻഹു വീണു പോവുകയാണ്. നബിയേ, നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയോ എന്ന് സഹാബത്ത് ചോദിക്കുമ്പോ അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുന്നുണ്ട്, ത്വൽഹയെ നോക്കൂ, ത്വൽഹയെ നോക്കൂ എന്ന്. ഇവർ അള്ളാഹുവിന്റെ പ്രവാചകൻ ജനിച്ച മാസമാണെന്ന് പറഞ്ഞൊരു പ്രത്യേക ദിവസം ആഘോഷിച്ചിട്ടില്ല. അതിന്റെ പേരിൽ സഹാബത്തിന് മുത്തുനബിയോട് ഇഷ്ടം കുറവാണെന്ന് പറയാൻ ലോകത്താർക്ക് കഴിയും സുഹൃത്തുക്കളെ? ആർക്ക് കഴിയും? നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹു തആല വെച്ച മറ്റൊരു വചനത്തിൽ അല്ലാഹു പറയുന്നത് അറിയോ? നിങ്ങൾ എങ്ങനെ സ്നേഹിക്കണം? ഖുൽ, പറയൂ നബിയേ, ഇൻ കാന അബാഉക്കും വഅബ്നാഉക്കും വഇഖ്വാനുക്കും വഅസ്വാജുക്കും വഅശീറത്തുക്കും, എല്ലാം എണ്ണി. നിങ്ങളുടെ മക്കള്, നിങ്ങളുടെ മാതാപിതാക്കള്, നിങ്ങളുടെ ഇണകള്, നിങ്ങളുടെ ബന്ധുമിത്രാദികള്, നിങ്ങളുടെ ആ ഇണകൾ,
ഇവരെക്കാളൊക്കെ പോരാ. വഅംവാലുൻ ഇഖ്തറഫ്തുമൂഹാ വതിജാറത്തുൻ തഖ്ശൗന കസാദഹാ. നിങ്ങളിങ്ങനെ മാന്ദ്യം സംഭവിക്കുമോ എന്ന് ഭയപ്പെടുന്ന നിങ്ങളുടെ കച്ചവടം, നിങ്ങൾ കെട്ടിയുണ്ടാക്കിയ നിങ്ങളുടെ സ്വത്ത് എല്ലാം ഉൾപ്പെടുത്തിക്കോ. നിങ്ങൾ സുഖമായി സന്തോഷത്തോടുകൂടി താമസിക്കാൻ ആഗ്രഹിക്കുന്ന പാർപ്പിടം, വമസാകിനു തർലൗനഹാ അഹബ്ബ ഇലൈക്കും മിനല്ലാഹി വറസൂലിഹി, അതൊക്കെ നിങ്ങൾക്ക് അല്ലാഹുവിനേക്കാളും അല്ലാഹുവിന്റെ പ്രവാചകനേക്കാളും ഇഷ്ടം തോന്നിയാൽ നമ്മുടെ ദീന് കഴിഞ്ഞു. നമ്മൾ ഒരുപാട് കാലം സ്വപ്നം കണ്ട് പ്രവാസ ലോകത്ത് പണിയെടുത്ത് തളിപ്പറമ്പിന്റെ പള്ളിയിൽ ഖുതുബ കേൾക്കാൻ വന്ന യുവാക്കളെ, മുഅ്മിനീങ്ങളെ, ശരിക്ക് ശ്രദ്ധിച്ചോ. നമ്മൾ സ്വപ്നം കണ്ടുണ്ടാക്കിയ ഒരു വീടുണ്ടല്ലോ, നാം ഏറെ സ്നേഹിക്കുന്ന നമ്മുടെ മാതാപിതാക്കൾ ഉണ്ടല്ലോ, ചേർത്ത് പിടിക്കുന്ന സഹധർമ്മിണി ഉണ്ടല്ലോ, നാം ഏറെ ആവേശത്തോടെ പ്രതീക്ഷയോടുകൂടി വളർത്തുന്ന നമ്മുടെ പൊന്നു മക്കളുണ്ടല്ലോ, ഈ മക്കൾ മുത്തുനബിയേക്കാൾ നമുക്ക് പ്രാധാന്യം തോന്നിയാൽ കാത്തിരുന്നുകൊള്ളൂ അള്ളാഹുവിന്റെ പരീക്ഷണത്തെ എന്ന് ഖുർആൻ. ഈ മക്കളല്ല നമുക്ക് വലുത്, അള്ളാഹുവിന്റെ പ്രവാചകനാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ കെട്ടിയുണ്ടാക്കിയ കൊട്ടാരം പോലെയുള്ള വീടല്ല നമുക്ക് വലുത്, മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. നിങ്ങൾക്ക് അള്ളാഹുവിനെയും അള്ളാഹുവിന്റെ പ്രവാചകനെയും വജിഹാദിൻ ഫീ സബീലിഹി, അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ധർമ്മ സമരത്തെക്കാളും നിങ്ങൾ പ്രാധാന്യം നിങ്ങളുടെ സ്വത്തിനും ഭാര്യക്കും മക്കൾക്കും വീടിനും നിങ്ങളുടെ കച്ചവടത്തിനും നിങ്ങളുടെ പണത്തിനും നിങ്ങൾ കൽപ്പിച്ചാൽ ഫതറബ്ബസൂ, കാത്തിരുന്നുകൊള്ളുക. ഹത്താ യഅതിയല്ലാഹു ബിഅംരിഹി വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ. അള്ളാഹുവിന്റെ പ്രഖ്യാപന, തെമ്മാടികളെ, ധിക്കാരികളെ, വൃത്തികെട്ടവന്മാരെ അള്ളാഹു സന്മാർഗത്തിലാക്കുകയില്ല. അപ്പോ ഭാര്യയേക്കാൾ ഇഷ്ടം നബിയോട് ഭാര്യയേക്കാൾ ഇഷ്ടം, ഉമ്മയേക്കാൾ ഇഷ്ടം, ഉപ്പയേക്കാൾ ഇഷ്ടം നബിയോട് വരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാൾ ഇഷ്ടം നമുക്ക് ഇവരോടൊന്നും വരാൻ പാടില്ല. ഏറ്റവും വലുത് അള്ളാഹിന്റെ റസൂലാണ്, അള്ളാഹ് കഴിഞ്ഞാൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് തെറ്റായി വന്നാൽ, മാറിപ്പോയാൽ അള്ളാഹ് പ്രയോഗിച്ച ആയത്ത് അവസാനിപ്പിക്കുമ്പോൾ പറയണത് ഫാസിക്കായ ആളുകൾക്ക് അള്ളാഹു സന്മാർഗം നൽകൂലാന്നാ. എൻ്റെ മലയാള അർത്ഥം എന്താ? തെമ്മാടി എന്നൊക്കെ പറയാവുന്ന ഒരു അറബി പദാണത്. വൃത്തികെട്ടവന്മാർ സന്മാർഗത്തിൽ അള്ളാഹു അവരെ സന്മാർഗത്തിലാക്കുകയില്ല. അപ്പൊ നമുക്ക് ഏറ്റവും വലുത് നമ്മുടെ നേതാവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹിജ്റയിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെയുള്ള യാത്ര ചരിത്രം നിങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവന്നാൽ മതി. ശത്രുക്കൾ കൊല്ലാൻ സാധ്യതയുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകൻ അലി റളിയല്ലാഹുവിനെ വിരിപ്പിൽ കിടത്തി പോകുമ്പോ വീട് ശത്രുക്കൾ വളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് ശരി. അപ്പോ ഇവിടെ അലി റളിയല്ലാഹുവിനെ കിടത്തിയിട്ട് പോവാണ്. അലി റളിയല്ലാഹുവിന് അറിയാം വലിയൊരു അപകടം സംഭവിക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ എനിക്ക് എൻ്റെ ശരീരമല്ല വലുത്, എൻ്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ എത്ര സംഭവങ്ങളാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവർ വെക്കുന്ന ഇഷ്ടം. അപ്പം ഈ ഇഷ്ടത്തോട് ആരെങ്കിലും എതിരുണ്ടോ സുഹൃത്തുക്കളെ? അതാണ് ഞാൻ ഫസ്റ്റ് തന്നെ പറഞ്ഞത്. നമുക്ക് അള്ളാഹുവിൻ്റെ റസൂൽ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അവിടെ ചെന്നിട്ടൊന്ന് ചെരുപ്പെടുത്ത് കൊടുക്കാൻ, അവിടെ ഒന്ന് സഹായിച്ചു കൊടുക്കാൻ, അവിടത്തേക്ക് വല്ല വെള്ളവും വേണമെങ്കിൽ ഒന്ന് കൊണ്ടുപോയി കൊടുക്കാൻ നമ്മൾ മത്സരിക്കുമായിരുന്നു. നമ്മളെല്ലാവരും മത്സരിക്കുമായിരുന്നു. കാരണം ഈ ലോകത്ത് അല്ലാഹു തആല നമുക്ക് കാണാൻ കഴിയില്ല. അവൻ്റെ ദൃഷ്ടാന്തങ്ങൾ ഏറെയുണ്ട്. ആ റബ്ബ് കഴിഞ്ഞാൽ നമുക്ക് കണ്ണിൽ കാണാൻ പറ്റുന്ന നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടേണ്ടതായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നോവും നമുക്ക്. സോഷ്യൽ മീഡിയയിൽ ഒരാൾ മുഹമ്മദ് നബിയെ കുറിച്ച് പറയുമ്പോ ഇല്ല, വൈകാരികമായി നമ്മൾ ഏതെങ്കിലും വൈകാരിക തലങ്ങൾക്ക് ഇടപെട്ടുകൊണ്ട് ആ മനുഷ്യൻ പ്രയോഗിച്ച വാക്കിനേക്കാൾ മോശമായൊരു വാക്ക് പറയുകയല്ല അള്ളാഹുവിന്റെ ദീനിനോടും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുമുള്ള ഇഷ്ടം അല്ല. ഇങ്ങോട്ട് തെറി വിളിച്ചവനെ അങ്ങോട്ട് വൃത്തികെട്ട വാക്കുകളിൽ ഏതെങ്കിലും അർത്ഥത്തിൽ പ്രതികരിക്കുകയല്ല. അല്ല, മുത്ത റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറഞ്ഞ ഏതെങ്കിലും ഒരു സോഷ്യൽ മീഡിയയിലെ ഒരു വാചകക്കുറിപ്പിന് താഴെയിട്ട ഏറ്റവും വൃത്തികെട്ട കമന്റ്സിന്റെ താഴെ വന്ന് വൃത്തികെട്ട അതേ വാക്കുകൾ പ്രയോഗിക്കലല്ല.
മാന്യമായി സമൂഹത്തിന്റെ മുമ്പിൽ ആരായിരുന്നു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കല. ആ ദീനിന്റെ അടയാളം നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരല. ഞാൻ എൻ്റെ ഒലുവെടുക്കുന്നത് പോലും എൻ്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ഇഷ്ടത്തിന്റെ ഭാഗമാണ്. ഇങ്ങനെ ഒലുവെടുത്തത്, തല ഒരു പ്രാവശ്യം തടവിയത് എൻ്റെ റസൂലിനോടുള്ള, മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ഇഷ്ടമാണ്. എൻ്റെ ഭാര്യയുടെ മുഖമൊക്കന ഇങ്ങനെ മാർവിടത്തിലേക്ക് താഴ്ത്തിയിട്ടത് എൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നത് കൊണ്ടാണ്. അത് നബിയോടുള്ള സ്നേഹമാണ്, ദീനിനോടുള്ള ഇഷ്ടമാണ്. എൻ്റെ തുണി നെരിയാണിക്ക് മേലെ ഞാൻ കയറ്റി കൊടുത്തത് അള്ളാഹുവിന്റെ പ്രവാചകന്റെ വാക്കിന് കൊടുക്കുന്ന വിലയാണ്. അവിടുത്തെ വാക്കുകളും അവിടുത്തെ സമ്മതങ്ങളും അവിടുത്തെ പ്രവർത്തനങ്ങളും അതാണ് അള്ളാഹുവിന്റെ പ്രവാചകന്റെ സുന്നത്തായി നമ്മൾ പഠിക്കുന്നത്. ഭാര്യ കുടുംബം കളിയാക്കിയിട്ടും എന്റെ സഹധർമ്മിണി കളിയാക്കിയിട്ടും എന്റെ താടി ഭംഗിയില്ലെന്ന് പറഞ്ഞിട്ടും ഞാൻ എന്റെ താടിയെ എന്റെ ഈ താടിയിലേക്ക് ചേർത്ത് അല്ലേ ഞാൻ കൊണ്ടു നടന്നത് ആരുടെയും ഭംഗിക്കു വേണ്ടിയോ ഇഷ്ടവാക്കുകൾക്കോ വേണ്ടിയല്ല, എന്റെ പ്രവാചകൻ പഠിപ്പിച്ചത് കൊണ്ടാണ് സല്ലല്ലാഹു അലൈഹി വസല്ലമ. അങ്ങനെ അവിടെ ഓരോ കാര്യവും. ഭക്ഷണം കഴിക്കാൻ നേരത്തെ കയ്യിൽ വൃത്തിയോടൊന്നുമില്ല, ഞാനൊന്ന് കൈ കഴുകിയത് പോലും എൻ്റെ നബിയോടുള്ള ഇഷ്ടമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മുടി ചീകാൻ വേണ്ടി ചീർപ്പെടുത്തപ്പോ ഞാൻ എൻ്റെ വലതു ഭാഗത്തുനിന്ന് മുടി ചീകി തുടങ്ങിയത് എൻ്റെ നബിയോടുള്ള ഇഷ്ടമാണ്. അല്ലേ, പുരികം പറിച്ച് പുരികം കൊണ്ടുപോയി ബ്യൂട്ടി പാർലറിൽ ചെന്ന് പുരികം ഒന്ന് ഷെയ്പ്പാക്കാൻ കൂട്ടുകാരി വിളിച്ചപ്പോ പുരികം ഷെയ്പ്പാക്കാൻ പാടില്ല എന്ന് എൻ്റെ നേതാവായ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട് മോളെ, അതുകൊണ്ട് എനിക്ക് ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞത് ഈ പ്രവാചകനോടുള്ള ഇഷ്ടമാണ്, ഈ ദീനിനോടുള്ള മഹബ്ബത്താണ്. അങ്ങനെ സ്നേഹിക്കാൻ നമ്മൾ തയ്യാറാവണം. ബിദ്അത്തുമായി മുന്നോട്ട് വരുന്നവരോട് ബിദ്അത്താണ് എന്ന് വിളിച്ചു പറയുക മാത്രമല്ല, സുന്നത്തിനെ ജീവിതത്തിന്റെ പ്രായോഗിക തലങ്ങളിലേക്ക്, പ്രാക്ടിക്കൽ തലങ്ങളിലേക്ക് കൊണ്ടുവന്ന് മാതൃക കാണിക്കണം. പറ്റുമോ? അവിടെ നമ്മൾ സുന്നിയാകുന്നത്. സുന്നത്തെടുക്കുന്നവൻ സുന്നി എന്ന് പറഞ്ഞാൽ സുന്നത്തെടുക്കുക, അതാ സുന്നി. ആ യഥാർത്ഥ സുന്നിയായി ജീവിക്കാൻ നമുക്ക് കഴിയണം. അല്ലാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ, അല്ലാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ. കൂടുതൽ കൂടുതൽ അള്ളാഹുവിൻ്റെ ദീനിനെ ഇഷ്ടപ്പെടാനുള്ള തൗഫീക്ക് അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. ഒരു മുഅ്മിനിന്റെ ഗുണമായി അള്ളാഹുവിൻ്റെ ഖുർആൻ നമ്മളോട് പറഞ്ഞത് ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ആമനൂ ബില്ലാഹി വറസൂലി സുമ്മ ലം യർതബു. അള്ളാഹു വിശ്വസിച്ചു, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിച്ചു. സുമ്മ ലം യർതബു, പിന്നെ ആട്ടല്ല, പിന്നെ സംശയമില്ല. എത്ര കൊല്ലായി ഖുതുബ കേൾക്കാൻ തുടങ്ങിയിട്ട്, എത്ര കൊല്ലായി ദീന് പഠിക്കാൻ തുടങ്ങിയിട്ട്, ഇപ്പോഴും ആട്ടം മാറിയിട്ടില്ല. ഇപ്പോഴും ഇങ്ങനെ ചാഞ്ചാട്ടാണ്, ഉറച്ചിട്ടില്ല, സംശയത്തിൻ്റെ നേരില്ല. എത്ര കൊല്ലായി? 20 കൊല്ലായി ദീന് കേൾക്കാൻ തുടങ്ങിയിട്ട്, 30 കൊല്ലായി. ഇപ്പോഴും അഖീദയുടെ വിഷയത്തിൽ, വിശ്വാസ കാര്യങ്ങളിൽ, ആചാര അനുഷ്ഠാന കാര്യങ്ങളിൽ, നിർബന്ധമായി പഠിക്കേണ്ട കാര്യങ്ങളിൽ ആട്ടമുണ്ടോ? ഉണ്ടെങ്കിൽ നമ്മുടെ വിശ്വാസത്തിന് എന്തോ തകരാറുണ്ട്. ഉടനെ പരിശോധിച്ച് തിരുത്തണം. അത് മുസ്ലിമിന് മുഅ്മിന് യോജിച്ചതല്ല. പഠിക്കുക, അന്വേഷിക്കുക, കണ്ടെത്തുക. എന്നിട്ട് വകൂനു മഅസ്വാദിഖീൻ, സത്യവാന്മാരുടെ കൂടെ നിലയുറപ്പിക്കുക. ആ അർത്ഥത്തിൽ മുന്നോട്ട് പോകാൻ സർവശക്തനായ അല്ലാഹു എനിക്കും നിങ്ങൾക്കും തൗഫീക്ക് നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അള്ളാഹുവിൻ്റെ ദീനനുസരിച്ച് ജീവിക്കാനും മുസ്ലിമായി മുഅ്മിനായി ജീവിച്ച് മരിക്കാനുമുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. മുഅ്മിനായി ജീവിക്കണേ, മുസ്ലിമായി ജീവിക്കണേ, മുവഹിദായി ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഞാൻ എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്. സത്യമാണ് എനിക്ക് കിട്ടിയത് എന്നറിഞ്ഞിട്ട് പിന്നെ വിമുഖത കാണിച്ചാൽ വമൻ യുശാഖിഖി റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ വയത്തബിഅ ഗൈറ സബീലിൽ മുഅ്മിനീൻ നുവല്ലിഹി മാ തവല്ല വനുസ്ലിഹി ജഹന്നം വസാഅത് മസ്വീറാ. ഇത്ര മോശമായ സങ്കേതമായിരിക്കും. ഇതറിഞ്ഞു, ഇത് അള്ളാൻ്റെ ദീനാണ്.
എന്നിട്ട് മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്, ഇത് മനസ്സിലായി. എന്നിട്ടും നമ്മൾ പിന്നെ മുൻഗാമികളായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ജീവിതത്തിൽ കണ്ട് കേട്ട് പഠിക്കാൻ അവസരം കിട്ടിയ സ്വഹാബത്തിന്റെ മാർഗം, താബീങ്ങളുടെ മാർഗം, സലഫുകളുടെ മാർഗം തള്ളിക്കൊണ്ട് നമ്മൾ പോയാൽ അല്ലാഹു പറയാ നുവല്ലിഹി മാ തവല്ല, തിരിഞ്ഞ റൂട്ടിലേക്ക് നാം അവരെ തിരിച്ചുവിടും. അതിൽ പോകാൻ സുഖമായിരിക്കും. ദീനല്ലാത്ത റൂട്ടിൽ പോകാൻ, അഡ്ജസ്റ്റ്മെന്റ് റൂട്ടിൽ പോകാൻ, ദീനിനെ ഒന്ന് ഫ്ലെക്സിബിളായി കാണണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ, നിങ്ങൾ അയൽപക്ക ബന്ധം ഏറ്റവും സൗഹൃദമാക്കിക്കോ. ജാതി നോക്കണ്ട, മതം നോക്കണ്ട, വർഗം നോക്കണ്ട, വർണ്ണം നോക്കണ്ട, എല്ലാം നിങ്ങളുടെ റോഡ്, നിങ്ങളുടെ വഴി, നിങ്ങളുടെ വെള്ളം ഒക്കെ കൊടുക്ക് അയൽവാസികൾക്ക്. അവിടെയൊക്കെ നമ്മൾ ജാതി മതം ഒന്നും നോക്കണ്ട. പക്ഷേ ആദർശത്തെ ആദർശമായി സ്വീകരിക്കണം. ഒരു വാക്ക് തട്ടിക്കുട്ടി പറഞ്ഞാൽ എങ്ങനെ പറയാം? മതത്തിൽ ലയനമില്ല, ഇല്ല, മതലയനമില്ല. പിന്നെ എന്താ ഉള്ളത്? മനുഷ്യ സൗഹാർദ്ദമാണുള്ളത്. മനുഷ്യ സൗഹാർദ്ദം. അവിടെ ജാതി മതം വർഗം വർണ്ണം നോക്കണ്ട. അയൽവാസി ഹിന്ദുവാണ്, സുഖമില്ല, ഹോസ്പിറ്റലിൽ കൊണ്ടോ, നിങ്ങളെ കാറ് വിട്ടു കൊടുക്ക്, നിങ്ങളെ ക്യാഷ് കൊടുക്ക്. ക്രൈസ്തവനാണ്, മതത്തിൽ വിശ്വസിക്കാത്ത ആളാണ്, അവൻ്റെ ഹോസ്പിറ്റൽ പ്രശ്നത്തിൽ ഇടപെട്ടോ. അവൻ്റെ വീട് പൊളിഞ്ഞു വീണിട്ടുണ്ട്, മക്കൾക്ക് താമസിക്കാൻ കൂരയില്ല, നമുക്ക് ഇടപെടാം. പക്ഷേ മതം തമ്മിൽ ലയിക്കലില്ല, ഇല്ല. സത്യം എന്തെന്നറിഞ്ഞിട്ട് റൂട്ട് മാറിപ്പോയാൽ നുവല്ലിഹി മാ തവല്ല, തിരിഞ്ഞ റൂട്ടിലേക്ക് നാം അവനെങ്ങനെ തിരിച്ചു കളയും. വനുസ്ലിഹി ജഹന്നം, നരകമെന്ന് പറയുന്ന അഗ്നിയിലിട്ട് നാം അവനെ എരിച്ചു കളയുമെന്ന് അല്ലാഹു തആല പറയാ. അതുകൊണ്ട് ഈ കാര്യം നമ്മുടെ മനസ്സിലുണ്ടാവണം. അള്ളാഹുവിൻ്റെ ദീന് മുൻഗാമികൾ എങ്ങനെ പഠിച്ചോ, എങ്ങനെ മനസ്സിലാക്കിയോ, അതേ റൂട്ടിലൂടെ പോകാനുള്ള തൗഫീക്കിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മുടെ നേതാവായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് കേൾക്കുമ്പോൾ സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ, സ്വലാത്ത് ചൊല്ലിക്കോ, സലാം പറഞ്ഞോ. ഒരു സ്വലാത്ത് ചൊല്ലിയാൽ 10 സ്വലാത്തിന്റെ കൂലിയാ. പിശുക്കത്തരം ഉണ്ടാവരുത്, ലുബ്ധത ഉണ്ടാകരുത്, മടി കാണിക്കരുത്. ഈ ഹുത്തുബയിൽ ഞാൻ എത്ര തവണ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു, എത്ര തവണ പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ഇഷ്ടമാണ് നബിയോടുള്ള. ഞാൻ എൻ്റെ വാപ്പാനെ നന്നായി സ്നേഹിച്ചു. വാപ്പാക്ക് സുഖമില്ലാതായി, ഒരു ഉദാഹരണം പറയാ. എന്നിട്ട് എൻ്റെ വാപ്പാക്ക് മരുന്ന് വേണമെന്ന് പറഞ്ഞു, വാങ്ങിക്കൊടുത്തില്ല. എൻ്റെ ഉപ്പാക്ക് ഹോസ്പിറ്റലിൽ പോകണമെന്ന് പറഞ്ഞു, ഒരാളങ്ങനെ പോയില്ല. ചൂടുവെള്ളം വേണമെന്ന് പറഞ്ഞു, എടുത്തു കൊടുത്തില്ല. ഉപ്പ പറഞ്ഞ ഒരു പണിയും കേൾക്കണില്ല. ഇത് വാപ്പ മരിച്ചിട്ട് വാപ്പാൻ്റെ മരിച്ച ഡേറ്റിൽ ഒരു 100 ആൾക്ക് ചോറുണ്ടാക്കി കൊടുത്താൽ അത് വാപ്പാനോടുള്ള ഇഷ്ടമാണെന്ന് തെറ്റിദ്ധരിച്ചവനെ പോലെ. ബാപ്പ ജീവിച്ചിരിക്കുന്ന സമയത്തൊന്ന് താങ്ങായി നിൽക്കാൻ, ഉമ്മ ജീവിച്ചിരിക്കുന്ന സമയത്ത് ഉമ്മാക്കൊരു തണലായി നിൽക്കാൻ കഴിയാത്തവൻ മരിച്ചു കഴിഞ്ഞിട്ട് ആ ഉമ്മ മരിച്ച ദിവസം നോക്കി ആയിരക്കണക്കിന് ആളുകൾക്ക് ചോറ് വിളമ്പിയാൽ ഉമ്മയോടുള്ള ഇഷ്ടമായി മാറുമെന്ന് വിചാരിക്കുന്നവനെ പോലെ. അരുത്, ചെയ്യരുത് എന്ന് പറഞ്ഞത് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ചെയ്യരുത് കേട്ടോ, അത് നമ്മൾ പോവരുത്, പോയി. കാണരുത്, കണ്ടു. കേൾക്കരുത്, കേട്ടു. സാക്ഷി നിൽക്കരുത്, സാക്ഷി നിന്നു. കൂട്ടു നിൽക്കരുത്, കൂട്ടു നിന്നു. എന്നിട്ട് നമ്മൾ ജനിച്ച ദിവസവും ഡേറ്റ് നോക്കി മുദ്രാവാക്യം വിളിച്ചാൽ ഇഷ്ടമാകുമെന്ന് ധരിക്കുന്നത് മൗഢ്യമാണ്. അതുകൊണ്ട് ദീന് പഠിക്കണം. അള്ളാഹു പഠിക്കാനുള്ള സൗഭാഗ്യവും സന്മനസ്സും അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇനി പ്രവാചക സ്നേഹത്തിൻ്റെ പേരിൽ റാലികളും മുദ്രാവാക്യങ്ങളൊക്കെ വരാൻ പോവുക. ഒരൊറ്റ കാര്യം മാത്രം മനസ്സിലാക്കുക. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായപ്പോൾ ആയിഷ ബീവി നമ്മുടെ ഉമ്മാക്ക് 18 വയസ്സേ ഉള്ളൂ. 18 വയസ്സ്. 58ാമത്തെ വയസ്സിലാണ് ആയിഷ ബീബി റളിയല്ലാഹു അൻഹ മരിക്കുന്നത്. അപ്പം റസൂലുള്ള വഫാത്തായിട്ട് ആയിഷ ബീബി എത്ര കൊല്ലം ബാക്കിയുണ്ട്? 58 18 പോയാൽ 40 വർഷമുണ്ട്. എന്നിട്ട് എന്തൊക്കെ ഹദീസിലും ഇസ്ലാമികമായ ഗ്രന്ഥങ്ങളിലും ചെറിയ ചെറിയ വിരലനക്കം വരെ രേഖപ്പെടുത്തിയിട്ട് ആയിഷ ബീബി റളിയല്ലാഹു അൻഹ ഈ 40 കൊല്ലം നബി വഫാത്തായിട്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായിട്ട് ജീവിച്ചിട്ട് ഒരു റബീഉൽ അവ്വലിന്
എൻ്റെ ഭർത്താവിൻ്റെ മുത്തുനബിയുടെ ജന്മദിന എന്ന് പറഞ്ഞ് ഒരു കാരക്കയുടെ പകുതി അതിൻ്റെ പേരിൽ കൊടുത്തതുണ്ടെങ്കിൽ നമുക്ക് കാരക്കാക്കണ്ട, നമുക്ക് മട്ടണോ ഒട്ടകോ എന്ത് ബിരിയാണിയും വെച്ച് വിളമ്പാം. ഇല്ല. സ്വഹാബികളുടെ കൂട്ടത്തുനിന്ന് ഒരാള് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബർത്ത്ഡേ എന്നും പറഞ്ഞ് ഒരു ആഘോഷം നടത്തിയത്, ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ചത് ഇല്ല. മദ്ഹബിന്റെ 4 ഇമാമുകൾ അവരാരും ജീവിതത്തിൽ ഒരൊറ്റ പ്രാവശ്യം പോലും ഇത് അള്ളാഹുവിന്റെ പ്രവാചകൻ ജനിച്ച മാസമാണെന്ന് പറഞ്ഞ്, ജനിച്ച ദിവസമാണെന്ന് പറഞ്ഞ് ഒരാഘോഷം സംഘടിപ്പിച്ചത് ഇസ്ലാമിക ചരിത്രത്തിൽ ഇല്ലാന്ന്. ഖൈറുൽ ഖുറൂനി ഖർനി, എൻ്റെ നൂറ്റാണ്ടാണ് ഏറ്റവും നല്ല നൂറ്റാണ്ട്. സുമ്മല്ലദീന യലൂനഹും, പിന്നെ തൊട്ടടുത്ത നൂറ്റാണ്ട്. ആദ്യത്തെ 3 നൂറ്റാണ്ടിലുമില്ല, 4ലുമില്ല. അപ്പം അത് ആളുകൾക്കൊക്കെ മനസ്സിലായി തുടങ്ങി. അതുകൊണ്ട് പണ്ഡിതന്മാരെന്ത് പറഞ്ഞു? നമ്മൾ നടത്തുന്ന ഈ ആഘോഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടില്ല, റസൂലുള്ളാഹിന്റെ ഭാര്യമാരും ചെയ്തിട്ടില്ല, സഹാബാ കിറാം റളിയല്ലാഹു അൻഹും ചെയ്തിട്ടില്ല, 4 മദ്ഹബിന്റെ ഇമാമുകളും ചെയ്തിട്ടില്ല, അതിനുശേഷം വന്ന പണ്ഡിതന്മാരും ചെയ്തിട്ടില്ല. പക്ഷെ എന്തേ നമ്മൾ ചെയ്താൽ അത് ബിദ്അത്താണ്, പുതുതായി ഉണ്ടായതാണ്. പക്ഷെ മോശമല്ല, ബിദ്അത്തുൻ ഹസന, നല്ല ബിദ്അത്താണ്. അങ്ങനെ ഒരു ബിദ്അത്ത് ഇസ്ലാമിലില്ല. നല്ല ബിദ്അത്ത് ആഘോഷിക്കുന്നവർ തന്നെ പറയുന്നത് റസൂലുള്ളാഹി ചെയ്തിട്ടില്ല, സഹാബത്തും ചെയ്തിട്ടില്ല, ഭാര്യമാരും ചെയ്തിട്ടില്ല, മദ്ഹബിന്റെ ഇമാമുകളും ചെയ്തിട്ടില്ല. പക്ഷേ നമ്മൾ ചെയ്യുന്നു, നമ്മൾ പുതുതായി ഉണ്ടാക്കിയത് തന്നെയാണ്. പക്ഷേ ബിദ്അത്തുൻ ഹസന, നല്ല ബിദ്അത്ത്. അങ്ങനെ ബിദ്അത്ത്, എല്ലാ ബിദ്അത്തും ലലാലത്താണെന്ന് ആര്? അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ആളുകൾ തിരിച്ചു വയ്ക്കുക, റസൂലുള്ളാഹിന്റെ കാലത്ത് ഇങ്ങനത്തെ മിമ്പറാണോ? ഇങ്ങനത്തെ കാർപ്പറ്റ് ഉണ്ടോ? മൈക്കിൽ പ്രസംഗിച്ചിട്ടുണ്ടോ? ഇതൊക്കെയാണ് സാധാരണ ആളുകളോട് ചോദിക്കല്. ബസ്സിൽ പോയിട്ടുണ്ടോ? കാറിൽ പോയിട്ടുണ്ടോ? എന്നിട്ട് എല്ലാവരും ഒട്ടകത്തിലാണ് അപ്പോൾ പോകുന്നത് ആണോ? അത് ദീനിന്റെ ഭാഗമായിട്ടാണ് ചെയ്യുന്നത്. ഞാൻ മനസ്സിലാക്കാനാണ് ഇങ്ങനെ പറയുന്നത്. ദീനിൽ ഒരു കാര്യം സുന്നത്താണ്, ഇത് ഇസ്ലാമിന്റെ ഭാഗമാണ് എന്ന് പറയണമെങ്കിൽ അവിടെ നമുക്ക് തെളിവ് കിട്ടണം. അതില്ല. ഇനി കുറച്ചുകൂടി സാധാരണക്കാർ ചോദിക്കുന്ന ചോദ്യമുണ്ട്, ഞങ്ങൾ നടത്തുന്ന ഈ ആഘോഷം തെറ്റാണ് എന്ന് ഖുർആനിൽ ഒരായത്ത് കൊണ്ട് കാണിച്ചു തന്നാൽ ഒരായത്തിന് 1 കോടി നമ്പർ വരെ ഇട്ട് പോസ്റ്റർ ഇറക്കുക. അപ്പോൾ സാധാരണക്കാർ ഇത് വായിക്കും. വെറുതെ ഒന്നല്ല, നമ്മളെ പണ്ഡിതന്മാരത് തെളിവുണ്ട് എന്നാ വിചാരിക്കുക. ഈ തളിപ്പറമ്പ്, ഈ പള്ളിയുടെ മുമ്പിൽ, ഈ മുനിസിപ്പാലിറ്റിയുടെ ഇടയിൽ ഇവിടെ ഒരു 10 ആൾ കൂടിയിട്ട് ഒരു പ്രത്യേക പ്രോഗ്രാം സംഘടിപ്പിച്ചു. ഒരു ദിക്ർ ഇങ്ങനെ ആടിയിട്ടും പാടിയിട്ടൊക്കെ ചെയ്തു. അപ്പോൾ കുറച്ച് ആളുകൾ വന്നിട്ട് പറഞ്ഞു, ഇങ്ങനെ പരിപാടി ഇവിടെ ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ അവർ പറയാ, ഞങ്ങൾ ഈ ചെയ്യുന്ന ഏർപ്പാട് തെറ്റാണെന്ന് ഖുർആൻ കൊണ്ട് തെളിയിച്ചാൽ നിർത്തും ചെയ്യാം, തെളിയിച്ചവർക്ക് 2 കോടി തരാൻ കാണിച്ചു കൊടുക്കാൻ പറ്റുമോ? നമ്മളൊരു പുതുതായിട്ടൊരു ആചാരം ഉണ്ടാക്കുക, അത് ഖുർആനിൽ തെറ്റാന്ന് കാണിച്ചു കൊടുക്കണം. എങ്ങനെ ഉണ്ടാവുക? അപ്പം അതുകൊണ്ട് സാധാരണക്കാർ മനസ്സിലാകാനാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. നിങ്ങളുടെ കുടുംബത്തിലൊക്കെ ആളുകളുണ്ടാവും. നമുക്ക് മുത്തുനബിയെ സ്നേഹിക്കണം, അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ. അവിടുത്തെ കൂടെ നമുക്ക് സ്വർഗത്തിൽ പ്രവേശിക്കണം, അള്ളാഹു സൗഭാഗ്യം നൽകുമാറാകട്ടെ. അവിടുത്തോടൊപ്പം നമുക്ക് സ്വർഗീയ പൂങ്കാവനത്തിൽ നമുക്ക് ചേർന്നു നിൽക്കണം, അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ. കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനുമുള്ള സൗഭാഗ്യം അള്ളാഹു തആല നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. ربنا تقبل منا إنك أنت السميع العليم. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. اللهم غفر للمؤمنين والمؤمنات والمسلمين والمسلمات. اللهم غفر للمؤمنين والمؤمنات والمسلمين والمسلمات. اللهم غفر للمؤمنين والمؤمنات والمسلمين والمسلمات. اللهم خلص قلوبنا من الرياء. اللهم خلص قلوبنا من النفاق. اللهم خلص قلوبنا من الشرك والكفر. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين.